BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. സൗദിയുടെ 94-ാം ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് പച്ചയിൽ അണിഞ്ഞൊരുങ്ങി ബഹ്റൈൻ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ സഹകരണ ബന്ധത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ബഹ്റൈനിലെ ആഘോഷങ്ങൾ. ഇതിന്റെ ഭാഗമായി ബഹ്റൈനിലുടനീളം കെട്ടിടങ്ങളും ലാൻഡ്മാർക്കുകളും പച്ച നിറത്തിൽ അലങ്കരിച്ചു. ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി ഡിലൈറ്റഡ് ടു സീ യു ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. സൗദി പൗരന്മാരെ സ്വാഗതം ചെയ്യുന്നതിനായി വൈവിധ്യമാർന്ന വിനോദ സാംസ്കാരിക പരിപാടികളാണ് ക്യാമ്പയിനിൽ ഒരുക്കിയത്. സൗദി അറേബ്യയിൽ നിന്നും ഗൾഫിൽ നിന്നുമുള്ള സന്ദർശകർക്ക് പ്രത്യേക ടൂറിസം പാക്കേജുകളും ഓഫറുകളും നൽകിയിരുന്നു. ഇന്ത്യൻ ക്ലബ് ഓണം ഫെസ്റ്റിവൽ 2024 സെപ്റ്റംബർ 26 മുതൽ. ഇന്ത്യൻ ക്ലബ് 2024 സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 4 വരെ ഓണം ഫെസ്റ്റിവൽ 2024 എന്ന പേരിൽ സംഘടിപ്പിക്കുന്നതായി ഇന്ത്യൻ ക്ലബ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിച്ചു. നിരവധി സാംസ്കാരിക വിനോദങ്ങളും പരമ്പരാഗത കായിക മത്സരങ്ങളും പരിപാടിയിൽ ഉൾപ്പെടുന്നു. സെപ്റ്റംബർ 26 വ്യാഴാഴ്ച വൈകിട്ട് 7:30 ആരംഭിക്കുന്ന പരിപാടിയിൽ ഓണപ്പുടവ മത്സരം, സിനിമാറ്റിക് ഡാൻസ് എന്നിവ നടക്കും. സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച പായസം മത്സരം, ചെണ്ടമേളം ആൻഡ് വടംവലി മത്സരം എന്നിവയും. സെപ്റ്റംബർ 28 ശനിയാഴ്ച തിരുവാതിര മത്സരം, തുടർന്ന് ഓണപ്പാട്ട് മത്സരങ്ങൾ എന്നിവയും ഉണ്ടാകുന്നതാണ്. ഒക്ടോബർ 3 വ്യാഴാഴ്ച ഓണച്ചന്തയും നാടൻ പാട്ടും. ഒക്ടോബർ 4 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് പൂക്കളം. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ പരമ്പരാഗത നാടോടി കഥകളും വേഷവിധാനങ്ങളും ചിത്രീകരിക്കുന്ന വിവിധ സാമൂഹിക സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഘോഷയാത്ര, തുടർന്ന് ആരവം ബഹ്റൈൻ അവതരിപ്പിക്കുന്ന ഫോക്ക് മ്യൂസിക് ആൻഡ് ഫ്യൂഷൻ ബാൻഡ് എന്നിവ നടക്കും. ഒക്ടോബർ 11 വെള്ളിയാഴ്ച ഓണസദ്യ. രക്ഷാധികാരികൾക്കും അംഗങ്ങൾക്കും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും അടക്കം 2500 പേർക്കുള്ള ഓണസദ്യ എന്നിവയുണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്കും ക്ലബിൻ്റെ ജനറൽ സെക്രട്ടറി അനിൽകുമാർ R 39623936 എന്ന നമ്പറിലോ വൈസ് പ്രസിഡന്റ് ജോസഫ് ജോയിയെ 39802800 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. കേരള ഫുട്ബോൾ അസോസിയേഷൻ ബഹ്റൈൻ 2024-26 വർഷത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അർഷാദ് അഹമ്മദിനെ IYCC ബഹ്റൈൻ മനാമ ഏരിയ കമ്മിറ്റി ആദരിച്ചു. മനാമയിൽ നടന്ന ചടങ്ങിൽ IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ചാരിറ്റി വിംഗ് കൺവീനർ സലീം അബു താലിബ്, IYCC മനാമ ഏരിയ പ്രസിഡന്റ് റാസിബ് വേളം, ഏരിയ സെക്രട്ടറി ഷിജിൽ പെരുമച്ചേരി, ഏരിയ ട്രഷറർ MT ഹാരിസ്, മനാമ ഏരിയ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ 45-ാം വാർഷികാഘോഷങ്ങൾക്ക് പ്രൗഢോജ്വല തുടക്കം. സൽമാബാദ് ഗൾഫ് ഫെയർ ക്ലബ്ബിൽ ആയിരങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ UAE മതകാര്യ ഉപദേഷ്ടാവ് അലിയുൽ ഹാഷ്മി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യ അതിഥിയായിരുന്നു. 6 മാസം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി വിദ്യാഭ്യാസ, സാംസ്കാരിക, സേവന മേഖലകളിൽ വിവിധ പദ്ധതി പ്രവർത്തനങ്ങളാണ് ICF നടപ്പാക്കുന്നത്. ജീവകാരുണ്യ മേഖലയിൽ നിർധനരായ കുടുംബങ്ങൾക്ക് 10 വീടുകൾ, 45 പെൺകുട്ടികൾക്ക് വിവാഹ സഹായം, പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് എന്നിവ നൽകും. ICF നാഷണൽ പ്രസിഡന്റ് KC സൈനുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. ബഹ്റൈൻ പാർലമെന്റ് അംഗം ഹസൻ ഈദ് ബുക്കമാസ്, ബഹ്റൈൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡോക്ടർ ഷൈഖ് ഇബ്രാഹിം റാഷിദ് മിറിക്കി തുടങ്ങി ബഹ്റൈനിലെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ സംബന്ധിച്ചു. ICF ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം സ്വാഗതവും ഷാനവാസ് മദനി നന്ദിയും പറഞ്ഞു. ബഹ്റൈനിലെ ജീവകാരുണ്യ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഹോപ്പ് ബഹ്റൈൻ മീഡിയ സിറ്റിയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ഹോപ്പ് പ്രീമിയർ ലീഗ് നവംബർ 8 വെള്ളിയാഴ്ച നടക്കും. HPL സീസൺ 2 സിഞ്ചിലെ അൽ അഹ്ലി സ്റ്റേഡിയത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പകലും രാത്രിയുമായി നടക്കുന്ന ഈ സോഫ്റ്റ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ബഹ്റൈനിലെ പ്രമുഖ ജില്ലാ അസോസിയേഷനുകൾ ഉൾപ്പെടെ 12 ടീമുകൾ പങ്കെടുക്കും. ഹോപ്പ് പ്രീമിയർ ലീഗിന്റെ പോസ്റ്റർ പ്രകാശനം ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പ്രമുഖ സാമൂഹിക പ്രവർത്തകനുമായ ഫ്രാൻസിസ് കൈതാരത്ത് നിർവഹിച്ചു. BMC ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഹോപ്പ് പ്രസിഡന്റ് ജെറിൻ ഡേവിസ്, സെക്രട്ടറി ജോഷി നെടുവേലിൽ, HPL കൺവീനർ അൻസാർ മുഹമ്മദ്, കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ സംബന്ധിച്ചു. ബഹ്റൈൻ ക്രിക്കറ്റ് ഫെഡറേഷനും ബ്രോസ് ആൻഡ് ബഡീസ് ക്രിക്കറ്റ് ടീമും HPL ഹോപ്പുമായി സഹകരിക്കും. സീസൺ 2 മികച്ച രീതിയിൽ നടത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായും സംഘാടകർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് കൺവീനർ അൻസാർ മുഹമ്മദ്, ചീഫ് കോർഡിനേറ്റർ സിബിൻ സലീം എന്നിവരെ ബന്ധപ്പെടാം.
ബഹ്റിനിലെ കോഴിക്കോട്ടുകാരുടെ ജനകീയ കൂട്ടായ്മയായ പവിഴദ്വീപിലെ കോഴിക്കോട്ടുകാർ കാലിക്കറ്റ് കമ്മ്യൂണിറ്റി ബഹ്റിൻ ഓണാഘോഷം പൊന്നോണം പൊടിപൂരം അദലിയ സെഞ്ചുറി ഇന്റർനാഷണൽ റെസ്റ്റോറന്റ് ഹാളിൽ സംഘടിപ്പിച്ചു. ബഹ്റിൻ യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അബുദുയ ബിത് യാക്കൂബ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരിയും സാഹിത്യ പ്രവർത്തകയുമായ ഷബിനി വാസുദേവ് മുഖ്യ അതിഥിയായിരുന്നു. പ്രസിഡന്റ് ശിവകുമാർ കൊല്ലറോത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി പ്രജി സ്വാഗതം ആശംസിച്ചു. ട്രഷറർ മുസ്തഫ കുന്നുമ്മൽ നന്ദി പ്രകാശിപ്പിച്ചു. അംഗങ്ങളും കുടുംബാംഗങ്ങളും അടക്കം നിരവധി പേർ പങ്കെടുത്ത ഓണാഘോഷത്തിൽ ഓണക്കളികളും CCB ഐലൻഡ് സിംഗർ സീസൺ 1 മത്സരാർത്ഥികൾ ഒരുക്കിയ ഓണപ്പാട്ടുകളടങ്ങിയ സംഗീത വിരുന്നും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. തുടർന്ന് കോഴിക്കോടിൻ്റെ തനത് രീതിയിലുള്ള വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. പൊന്നോണം പൊടിപൂരം ആഘോഷ പരിപാടികൾക്ക് പവിഴദ്വീപിലെ കോഴിക്കോട്ടുകാർ, കാലിക്കറ്റ് കമ്മ്യൂണിറ്റി ബഹ്റിൻ ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ വിഭാഗം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബഹ്റിൻ കേരളീയ സമാജം കുടുംബാംഗങ്ങളുടെ കലാ സാംസ്കാരിക സാഹിത്യ മാമാങ്കമായ കേരള ഉത്സവത്തിന് പുതിയ ലോഗോ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി നടത്തിയ ലോഗോ ഡിസൈൻ മത്സര വിജയിയെ പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 20 വെള്ളിയാഴ്ച നടന്ന ഓണാഘോഷ പരിപാടിക്കിടയിലാണ് മത്സര വിജയിയെ പ്രഖ്യാപിച്ചത്. സമാജം പ്രസിഡന്റ് ലോഗോ അനാവരണം ചെയ്തു. ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, കേരളോത്സവം 2024 എക്സ് ഒഫീഷ്യോ വിനയചന്ദ്രൻ നായർ, മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, കേരളോത്സവം 2024 ജനറൽ കൺവീനർ ആഷ്ലി കുര്യൻ മഞ്ഞില, ജോയിന്റ് കൺവീനർമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. സന്തോഷ് കൂനൻ, സഞ്ജയ് കൂനൻ എന്നിവർ വിധികർത്താക്കളായ വിദഗ്ധ പാനലാണ് കേരളോത്സവത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളുന്ന മികച്ച ലോഗോ തിരഞ്ഞെടുത്തത്. കോഴിക്കോട് കല്ലായി സ്വദേശിയും 30 വർഷത്തോളമായി ബഹ്റിനിൽ ആർട്സ് ആൻഡ് ഗ്രാഫിക് ഡിസൈനിംഗ് രംഗത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയുമായ സമീർ KP ആണ് മത്സര വിജയി. വിജയിക്ക് സമ്മാന തുകയായ $150 കേരളോത്സവ വേദിയിൽ നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന കേരളോത്സവ പരിപാടികൾ നവംബർ മാസത്തിൽ ആരംഭിക്കാനാണ് പദ്ധതി. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട 16 പേരുടെ ശവപരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇതുവരെ 104 പരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവായത്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 94 പേരുടെ ക്വാറന്റൈൻ ബുധനാഴ്ച അവസാനിക്കും. പ്രാഥമിക പട്ടികയിലെ 4 പേരുടെയും സെക്കൻഡറി പട്ടികയിലെ 90 പേരുടെയും ക്വാറന്റൈനാണ് അവസാനിക്കുക. രോഗബാധിത മേഖലയിലെ കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണം പിൻവലിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി. രോഗലക്ഷണങ്ങളുമായി ഒരാൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. 28 പേർ പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരുന്നുണ്ട്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് മികച്ച മാനസിക പിന്തുണയാണ് നൽകുന്നത്. അതേസമയം മലപ്പുറം തിരുവാലി പഞ്ചായത്തിൽ നിപ മൂലമുള്ള മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജില്ലയിലും പഞ്ചായത്തിലും ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പിൻവലിച്ചു. തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7, മമ്പാട് പഞ്ചായത്തിലെ 7-ാം വാർഡ് എന്നിവിടങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന കണ്ടെയ്ൻമെന്റ് സോണുകളാണ് പിൻവലിച്ചത്. കൂടാതെ മാസ്ക് നിർബന്ധമാക്കിയതടക്കം ജില്ലയിൽ പൊതുവായി ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 30 വരെ നീട്ടി. കൂടുതൽ സമയം അനുവദിക്കണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികൾ ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ തീരുമാനം. നേരത്തെ അനുവദിച്ചിരുന്ന സമയം തിങ്കളാഴ്ച അർദ്ധരാത്രി വരെയായിരുന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയിൽ ഓൺലൈനായി ഇതുവരെ 18,835 അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 12,990 പേർ ജനറൽ വിഭാഗത്തിലുള്ളവരാണ്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ 3,768 അപേക്ഷകളും പുരുഷ തീർത്ഥാടകർ കൂടെയില്ലാത്ത വനിതകളുടെ 2,077 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. ഈ 2 വിഭാഗങ്ങളിലുള്ളവർക്ക് നറുക്കെടുപ്പില്ലാതെ നേരിട്ട് തീർത്ഥാടനത്തിന് അവസരം ലഭിക്കും. രാജ്യത്താകെ 1,32,511 പേരാണ് ഹജ്ജിനായി അപേക്ഷ നൽകിയിരിക്കുന്നത്. മദ്യപിച്ച് അപമര്യാദയായി പെരുമാറിയതിന് 3 KCB ജീവനക്കാരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. തലയാഴം ഇലക്ട്രിക്കൽ സെക്ഷനിലെ ഇലക്ട്രിസിറ്റി വർക്കർമാരായ PV അഭിലാഷ്, PC സലീം കുമാർ, ചേപ്പാട് ഇലക്ട്രിക്കൽ സെക്ഷനിലെ ഇലക്ട്രിസിറ്റി വർക്കറായ P സുരേഷ് കുമാർ എന്നിവർക്കെതിരെയാണ് പെരുമാറ്റ ദൂഷ്യത്തിന് കേസെടുത്തത്. അഭിലാഷും സലീം കുമാറും ബാറിൽ നിന്ന് മദ്യപിച്ച് പണം കൊടുക്കാതെ പോകാനൊരുങ്ങിയപ്പോൾ ബാർ ജീവനക്കാർ ചോദ്യം ചെയ്യുകയും പ്രതികാരമായി തലയാഴം 11 KV ഫീഡർ ഓഫ് ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് പ്രദേശത്താകെ വൈദ്യുതി മുടങ്ങിയത് മാധ്യമങ്ങളിൽ വാർത്തയായി. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട KCB DMD
CMD അന്വേഷണത്തിന് ഉത്തരവിട്ടു. ചീഫ് വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും അടിയന്തരമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുവാൻ മാനേജിംഗ് ഡയറക്ടർ നിർദ്ദേശിച്ചത്. ബലാത്സംഗ കേസിൽ നടനും MLAയുമായ മുകേഷിനെ അറസ്റ്റ് ചെയ്തു. പിന്നാലെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. എറണാകുളം സെഷൻസ് കോടതിയുടെ മുൻകൂർ ജാമ്യമുള്ളതിനാൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മുകേഷിനെ വിട്ടയച്ചു. 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൊച്ചിയിലെ തീരദേശ പോലീസ് ആസ്ഥാനത്ത് വെച്ച് G. പുങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മുകേഷിനെ ചോദ്യം ചെയ്തത്. പുറത്തിറങ്ങിയ മുകേഷ് മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മടങ്ങി. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് അറസ്റ്റ്. മരടിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് നടിയുടെ പരാതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ നിരവധി നടിമാരാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി വെളിപ്പെടുത്തി രംഗത്ത് വന്നത്. ഈ വെളിപ്പെടുത്തലുകളുടെ പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് മുകേഷിനെ ചോദ്യം ചെയ്തത്. സിനിമയിൽ അവസരവും സിനിമാ സംഘടനയിൽ അംഗത്വവും വാഗ്ദാനം ചെയ്ത് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതിയിലുള്ളത്. ചൊവ്വാഴ്ച രാവിലെ 10:15 അഭിഭാഷകനൊപ്പമാണ് മുകേഷ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. ചോദ്യം ചെയ്യൽ 1-15 വരെ നീണ്ടു. വടക്കാഞ്ചേരി പോലീസും മരട് പോലീസും രജിസ്റ്റർ ചെയ്ത 2 കേസുകളാണ് മുകേഷിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.